സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മളെ തേർഡ് ചാപ്റ്റർ ആണ്. ഇപ്രാവശ്യം 10th ബയോളജിയിലെ തേർഡ് ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. സോ ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാറ്റിസ് എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് അത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റത്തിന്റെയും ഒരു കൺട്രോൾ, അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ എല്ലാ ബോഡി സിസ്റ്റംസും ഒരു സ്പെസിഫിക് മാനുവലിൽ വർക്ക് ചെയ്താലും അണ്ടർ ദാറ്റ് സ്പെസിഫിക് കൺട്രോളിൽ മാത്രം വർക്ക് ചെയ്താലേ നമ്മുടെ ബോഡി സ്പെസിഫിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അങ്ങനെ ഉള്ളൊരു എന്താണ് മെയിൻറ്റെയിനിങ് everything in a normal manner according to the all the systems in our body. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബോഡിയിൽ മെയിൻ ആയിട്ട് അങ്ങനെ എല്ലാ സിസ്റ്റംസിനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇറ്റ് ഈസ് ബൈ ദ എൻഡോക്രൈൻ സിസ്റ്റം. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം ആണ് അങ്ങനെ എല്ലാത്തിനെയും എല്ലാ സിസ്റ്റംസിനെയും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത് ഇറ്റ് ഈസ് ബൈ ദ എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ നമ്മളിന്റെ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നൊക്കെ ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ ടു പീപ്പിൾ. അതിൽ ഒന്നെന്ന് പറഞ്ഞാല് അതില് നമുക്ക് ഈ പിക്ചറിൽ രണ്ടാൾക്കാരെ കാണുന്നുണ്ട്. ഒരാൾ നല്ല ഹൈറ്റ് ഉണ്ട്, മറ്റേ ആൾ ഹൈറ്റ് കുറവാണ്. സോ ഇറ്റ് ഈസ് ഓൾ ഡ്യൂ ടു ദ ഹോർമോൺ ചേഞ്ചസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്ന ഡിഫറൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ രണ്ട് കുട്ടികൾ പറയുന്നുണ്ട് എന്ത്, ഹൗ ഈസ് that there is so much difference in the height between the two. The teacher said it is a hormone related issue. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് അബൌട്ട് ദ എൻഡോക്രൈൻ സിസ്റ്റം. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ എൻഡോക്രൈൻ സിസ്റ്റം എന്താ നമുക്ക് നോക്കാം. endocrine system is an organ system that control and coordinate all activities in the body. So നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ഓർഗൻ സിസ്റ്റം ആണ് എന്ത് പറയുന്നത്, വിച്ച് ഇസ് ദ എൻഡോക്രൈൻ സിസ്റ്റം. സോ ദ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ആൻ ഓർഗൻ സിസ്റ്റം which will control and coordinate all activities in the body. The system includes the endocrine glands and their secretions are called hormones. അപ്പൊ എന്താണ്, സോ ദിസ് endocrine system have the endocrine glands. അപ്പൊ നമ്മൾ ഏതൊരു സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ആദ്യത്തെ ഗ്ലാൻസ് ആണ്. സോ ദിസ് endocrine system have also the its own specific glands which is known as the endocrine glands. Okay. And it include and the secretions of this glands known as the hormones. അപ്പോൾ ഈ endocrine glandsന്റെ secretions നമ്മൾ hormones എന്ന് പറയുന്നത്. So the hormones are the chemical messages that regulate the cellular activities. So നമ്മുടെ ബോഡിയിലുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്ന കെമിക്കൽ മെസ്സേജസിനാണ് നമ്മൾ എന്ത് പറയാം, ഹോർമോൺസ് എന്ന് പറയാം. സോ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം? ഇറ്റ് ഈസ് ആൻ organ system which control and coordinates all the activities in the body, and this system includes the endocrine glands, and the secretions of this endocrine glands is known as the hormones. So the hormones are the chemical messages that regulate all the cellular activities. So നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽ മെസ്സേജസിനാണ് നമ്മൾ എന്ത് പറയാ, ഇറ്റ് ഈസ് നോൺ ആസ് ദ ഹോർമോൺസ്. അപ്പോൾ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം? ദ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ദ ഓർഗൻ സിസ്റ്റം ദ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദ activities in the body, and this system include the endocrine glands, and the secretions of this glands is known as the hormones. And the hormones എന്ന് പറഞ്ഞാൽ എന്താണ്, they are the chemical messages which will regulate the cellular activities. Okay. Endocrine glands do not have particular duct to carry.
the hormones to various tissues. Hence, they are known as the ductless glands. അപ്പൊ നമ്മൾ വേറെ ഏതൊരു സിസ്റ്റം എടുത്ത് നോക്കിയാലും അതിനൊക്കെ എന്തുണ്ട്, ബ്ലഡും അതുപോലെ തന്നെ ഇതൊക്കെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഡക്റ്റ് ഉണ്ട്. ബട്ട് ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ഡക്ട്ലെസ് ഗ്ലാൻഡ്. അതിന് ഹോർമോൺസിനെ ക്യാരി ചെയ്യാൻ എന്തില്ല, ഡക്റ്റ് ഇല്ല. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡക്ട്ലെസ് ഗ്ലാൻഡ്. ഓക്കെ, സോ ദ എൻഡോക്രൈൻ glands will not have a particular duct to carry the hormones to. അപ്പൊ ഈ ഹോർമോൺസ് എന്താണ്, ഹോർമോൺസ് മെയിൻ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ ബ്ലഡ് ആണ്. അങ്ങനെ അത് വേരിയസ് ടിഷ്യൂസ് അല്ലെങ്കിൽ വേരിയസ് നമ്മുടെ ബോഡിയിലെ വേരിയസ് സെൽസിലേക്ക് എത്തുന്നത് ത്രൂ ദ ബ്ലഡ് ആണ്. അല്ലാതെ ഈ ഹോർമോൺസിനെ ക്യാരി ചെയ്യാൻ സ്പെസിഫിക് ഡക്ട്സ് ഇല്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ദിസ് endocrine glands do not have a particular duct to carry the hormones to various tissues. Hence, they are known as the ductless glands. And these hormones are transported through blood. Then hormones mainly transport ചെയ്യുന്നത് ത്രൂ ബ്ലഡ് ആണ്. സോ ബ്ലഡിലൂടെയാണ് ഹോർമോൺസ് മെയിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. Do the hormones transported through blood function in all cells? Do the hormones transported through blood function അതായത് ഈ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബ്ലഡ് എല്ലാ സെൽസിലും ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? നോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സംഭവം ഈ ഹോർമോൺസ് എന്താണ് ബ്ലഡിലൂടെ ട്രാൻസ്ഫോം ചെയ്യുന്നത് പറയുമ്പോൾ ബ്ലഡ് എല്ലായിടത്തേക്കും പോകുന്നുണ്ടല്ലോ. ബട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഓരോ ഹോർമോൺസിനും സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് സെൽസ് ഉണ്ട്. ആ ടാർഗറ്റ് സെൽസിൽ മാത്രം പോയി സ്പെസിഫിക് ഹോർമോൺസ് ആക്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത് നമുക്ക് അതാ നോക്കുന്നത്. So therefore, even though the hormones is transported through the blood, it will not act upon all the cells, or it will not act upon all the organs. So each hormone has specific target cells to hang on or to carry on. So the different hormones will only act upon its own specific cells. Okay, its own സ്പെസിഫിക് ടാർഗറ്റ് സെൽസ്. നമുക്ക് നോക്കാം. ഹോർമോൺസ് ടു ടാർഗറ്റ് സെൽസ്. എങ്ങനെയാണ് ഹോർമോൺസ്, അതായത് ബ്ലഡിൽ നിന്ന് ഹോർമോൺസ് സ്പെസിഫിക് സെൽസ് എങ്ങനെയാണ് അതിന് ടേക്കപ്പ് എന്ന് നോക്കാം. ഹോർമോൺസ് റീച്ച് ഈച്ച് ആൻഡ് എവറി സെൽസ് ഇൻ ദ ബോഡി ആസ് ട്രാൻസ്പോർട്ട് ബൈ ബ്ലഡ്. അപ്പൊ എന്താണ്, ഈ ഹോർമോൺസ് നമ്മുടെ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ റീച്ച് ഈച്ച് ആൻഡ് എവറി സെൽസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഈച്ച് ആൻഡ് എവറി സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ റീച്ച്. ബട്ട് ഈച്ച് ഹോർമോൺ ആക്ട് അപ്പോൺ those cells which are the specific receptors. പക്ഷെ ഓരോ ഹോർമോണും ആ സ്പെസിഫിക് ഹോർമോണെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉള്ള ടാർഗറ്റ് സെൽസിന് മാത്രം പോയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. സോ ദ സെൽസ് വിച്ച് ആർ ആക്ട് അപ്പോൺ ബൈ ഹോർമോൺസ് ആർ ദെയർ target cells. അപ്പൊ എന്താണ്, സോ ഈച്ച് ഹോർമോൺ ഇൻ ദ ബ്ലഡ് ഹാവ് ഇറ്റ്സ് ഓൺ target cells, and these target cells will have the receptors to accept that specific hormone. ആ സ്പെസിഫിക് ഹോർമോണെ അക്സെപ്റ്റ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് എന്തുണ്ടാവും, ആ സ്പെസിഫിക് ടാർഗറ്റ് സെൽസിൽ ഉണ്ടാവും. അപ്പൊ എന്താണ്, സോ even though the hormone is transported through the blood, it will not act upon all the cells in the body. It will reach in all the cells in the body, even it is because it is flow through, or it is transported through the blood. But these hormones will not act upon all the cells. It will act only upon its own target cells, and these target cells will have a specific receptor cells to accept the specific hormone. അപ്പൊ ഓരോ ടാർഗറ്റ് സെല്ലിനും അതിൻ്റെതായിട്ടുള്ള ഹോർമോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള റിസപ്റ്റർ സെൽസ് എന്തുണ്ടാവും, ഇറ്റ് വുഡ് ബി പ്രസന്റ്. അങ്ങനെയുള്ള സെൽസിന് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് ദ ടാർഗറ്റ് സെൽസ്. അപ്പോൾ എല്ലാ ഹോർമോൺസും അതിൻ്റെതായിട്ടുള്ള ടാർഗറ്റ് സെൽസിൽ മാത്രം പോയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ഇറ്റ് ഈസ് ദ ബ്ലഡ് വെസൽ. ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ ബ്ലഡ് ഇറ്റ് ഹാവ് ദ ഹോർമോൺ molecules are present in the blood. Then അതിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് എന്ത് കാണാം, we can see the target cells. കണ്ടോ,
ആ ടാർജറ്റ് സെൽസിൽ എന്തുണ്ട്? ഇറ്റ് ഹാവ് ദ ഹോർമോൺ റിസപ്റ്റർ ഈസ് പ്രസന്റ് ഇൻ ദ ടാർജറ്റ് സെൽ. ആ ടാർജറ്റ് സെല്ലിൽ എന്തുണ്ട്? ഹോർമോൺ റിസപ്റ്റേഴ്സ് ഈസ് പ്രസന്റ് ഇൻ ദ സെൽ മെമ്പറൈൻ. സോ ഓരോ സെല്ലിലും സെൽ മെമ്പറൈൻ ഉണ്ട് നമുക്കറിയാം. അതിന്റെ സെൽ മെമ്പറൈനെ ഹോർമോണ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്പെസിഫിക് ഹോർമോൺ റിസപ്റ്റേഴ്സ് ഈസ് പ്രസന്റ്. അങ്ങനെ ഹോർമോൺ മോളിക്യൂൾ ഇൻ ദ ഇൻ ദ റിസപ്റ്റർ ഓഫ് ദ സെൽ മെമ്പറൈൻ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഈ ഹോർമോൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഹോർമോണും റിസപ്റ്ററും കമ്പൈൻ ചെയ്യുന്ന ആ കോംപ്ലക്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പൊ എന്താ പറയുന്നത്? Only those cells which having the specific receptors can receive a specific hormone. Each hormone molecule bind with the receptor to form the hormone receptor complex. അപ്പൊ എന്താണ്? ഓരോ സ്പെസിഫിക് സെൽസിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് റിസപ്റ്റേഴ്സ് പ്രസന്റ് ആണ് ടു റിസീവ് എ സ്പെസിഫിക് ഹോർമോൺ. സോ ഈച്ച് ആൻഡ് എവറി സെൽ ഹാവ് ദ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ടു accept specific hormones. അങ്ങനെ ഈ then as a result each hormone will uh, bind with the receptor cells to form the hormone receptor complex. So a hormone receptor is formed by the binding of a specific hormone with a specific receptor cell. So then that complex is known as the hormone receptor complex. അങ്ങനെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് നമ്മൾ എന്താ പറയുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോ ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് ദ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് റൈറ്റ് എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ എഴുതേണ്ടത്? ദ എൻഡോക്രൈൻ gland is a ductless gland, so therefore the hormone is transported through the blood. Even the hormone is transported through the blood, it will reach each and every cells in the body, but it will not act upon all the cells. Even the hormones is transported through the blood, but it will not uh, each hormone will not act upon each cell. So the specific hormone will have the specific target cells, and these target cells will have the receptor cells to accept the specific hormone. So each and every cells will have the specific receptors which will receive the specific hormone. അങ്ങനെ each receptor will bind with the specific receptors to form the hormone receptor complex. അപ്പൊ ഈ ഹോർമോണിന്റെയും റിസപ്റ്റർ സെല്ലിന്റെയും ബൈൻഡിങ് കൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലക്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പിക്ചർ ഇറ്റ് ഷുഡ് ബി ഡ്രോൺ, ദെൻ ദിസ് സെന്റൻസ് ആൾസോ ഷുഡ് ബി റൈറ്റ്. ഓക്കെ, ഇതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഓക്കെ, സോ ദ ഹോർമോൺ receptor complex is formed by the binding of specific hormone with its own specific receptor. So this binding of the hormone and the receptor is known as the hormone receptor complex. Okay. And following this, enzymes are activated within the cells and certain changes occur in the cellular activities. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? Enzymes will activate in the cell, then certain changes will occur in the cellular activities. എന്ത് ചെയ്യുന്നുണ്ട്? Certain changes should be happen. Okay, now we can move to the next slide. Okay, അപ്പൊ ഇന്ന് നമ്മള് നോക്കാൻ പോകുന്ന ഓർഗൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ പാൻക്രിയാസ് ആണ്. ഏതൊക്കെയാണ് പാൻക്രിയാസിൽ മെയിൻ ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ്? ആ ഹോർമോൺസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിനെ എഫക്ട് ചെയ്യുന്നത്? ആൻഡ് അബൌട്ട് ദ ഡയബറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സോ വി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ നോക്കി. ദെൻ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഓർഗൻസ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ദ ഹോർമോൺസ്. ആൻഡ് ദിസ് ഹോർമോൺസ് വിൽ നോട്ട് ഹാവ് duct to
transport through various tissues. So therefore, ഈ endocrine glands ductless glands ആയതുകൊണ്ട് തന്നെ the hormones is transported through the blood. So even the hormones is transported through the blood, all the hormones will reach each and every cells in the body, but it will not acted upon every cells. പക്ഷെ എല്ലാ സെൽസിലും ഇത് ആക്ട് ചെയ്യുന്നില്ല. Specific hormones will have the specific target cells to carry on. So each target cell will have its own receptor cells to receive the എന്താണ് hormone. So this complex which is formed by the binding of hormone with the receptor is known as the hormone receptor complex. Okay. അപ്പൊ നമ്മള് ഇൻഡിക്കേറ്റേഴ്സ് എന്താ കൊടുത്തുള്ളത്, എന്താണ് ടാർഗറ്റ് സെൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Each and every cells will have its own specific receptors to receive specific hormones. So each അങ്ങനെയുള്ള സെൽസ് നമ്മൾ ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത്. So each and every hormone will have its own target cells to acted upon. Then formation of hormone receptor complex ആണ് ഫോം ചെയ്തിട്ടുള്ളത്. So hormone receptor complex is formed by the binding of specific hormone with a specific receptor. ആണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുള്ളത്. Then influence of hormone in the target cell. So as the hormone is reaching the target cell, certain enzymes will be released and the specific activities would be happen. ഇനി ആഫ്റ്റർ ഡൈജഷൻ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ആഫ്റ്റർ ഡൈജഷൻ നോർമലി എന്താ സംഭവിക്കുക, സോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മീൽ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഹാവ് ദ റൈസ് മീൻസ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് ആഫ്റ്റർ ഡൈജഷൻ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് വിൽ ബി മെയിൻലി എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ദ ഗ്ലൂക്കോസ്. ഓക്കെ, ദെൻ അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്തു, ഗ്ലൂക്കോസ് ഫോം ചെയ്തു. ദീസ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മസ്റ്റ് റീച്ച് ദ സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി. അപ്പൊ നമ്മുടെ ബോഡിയിൽ മെയിൻ ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ദ ഗ്ലൂക്കോസ്. ബട്ട് ദിസ് glucose is now present in the blood. It should be reaching specific cells to release energy. Other energy release ചെയ്യണമെങ്കിൽ these glucose will be reaching specific cells. അത് ബ്ലഡ് എന്നിട്ട് കാര്യമില്ല, അത് എന്ത് ചെയ്യണം, എനർജി റിലീസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി റീച്ചിങ് സ്പെസിഫിക് സെൽസ്. ഓക്കെ, സോ ദ ഗ്ലാൻഡ് called pancreas plays a major role in this activity. അപ്പൊ എന്താണ്, സോ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഈ ആക്ടിവിറ്റിനെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഓർഗൻ അല്ല, ഇറ്റ് ഈസ് നോട്ട് an organ, ഒരു ഗ്ലാൻഡ് ആണ് എന്ത് പറഞ്ഞാൽ വിച്ച് ഇസ് ദ പാൻക്രിയാസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് ദ പാൻക്രിയാസ്. ഇവിടെ കാണുന്നതാണ് പാൻക്രിയാസിന്റെ പിക്ചർ. ഇതതിന്റെ എൻലാർജ്ഡ് പോർഷൻ ആണ്. ഇപ്പൊ നമുക്കിവിടെ കാണാം, ദിസ് പാൻക്രിയാസ് ഹാവ് ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് known as the islets of Langerhans. I can show you that. Let's find a pencil. ഓക്കെ, അപ്പോ ഇതാണ് പാൻക്രിയാസ്. ഇതിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസ്. ഇവിടെ കണ്ടോ, ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസ്. അപ്പോ സോ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ ദ പാൻക്രിയാസ് ഇസ് നോൺ ആസ് ദ ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസ്. ആൻഡ് ദിസ് islets of Langerhans has contained two type of cells. ഈ islets of Langerhans തന്നെ രണ്ട് type cells ഉണ്ട്, alpha cells and beta cells. So in this picture, the cells in the red color can be termed as the alpha cells, and the cells in the blue color is known as the beta cells. ഇതാണ് beta cells. Okay, അപ്പൊ എന്താണ്, so the pancreas is an endocrine gland which will mainly help for the metabolism of glucose. അപ്പൊ ഇതിന് so the specialized cells which would be present in the pancreas is known as some islets of Langerhans. So this islets of Langerhans has mainly two types cells, and alpha cells and beta cells. Then ഈ പാൻക്രിയാസിന് അടുത്ത് കാണുന്ന ഈ യെല്ലോ ആയിട്ടുള്ള പോർഷൻ നമ്മൾ എന്ത് പറയുന്നത്, duodenum. Okay, it is known as the duodenum. Okay, now we can move to the next slide. Okay, ഇനി ഇതിൽ കുറച്ച് കണ്ടൻസ് കൂടെ ഉണ്ട്. സോ ദിസ് പാൻക്രിയാസ് ഈസ് എ ഗ്ലാൻഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ഡ്യൂഡിനം. സോ നമ്മുടെ ഡ്യൂഡിനത്തിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് ഇത്.
പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാല് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ സ്റ്റൊമക്. സോ ഡ്യൂഡിനം ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ സ്റ്റൊമക്. സോ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is the gland which is connected to the duodenum. It is the continuation of the stomach. Okay. The beta cells in the cell cluster of this gland called islets of Langerhans will produce the hormone insulin, and alpha cells will produce the hormone glucagon. It is very very important ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. അപ്പോൾ സോ ദ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is a endocrine gland which is connected to the duodenum. So the duodenum is a part of the stomach. It is the continuation of the stomach. So this pancreas have the specialized cells known as the islets of Langerhans. So this islets of Langerhans has mainly two type cells ആണ് ഉള്ളത്, beta cells and alpha cells. So ഈ beta cells ന്റെ major function എന്ന് പറഞ്ഞാൽ എന്താണ്? It will produce a hormone known as insulin. So the beta cells are the cells which is mainly concerned with the production of ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് സ്പെഷ്യലൈസ്ഡ് സെൽസാണ് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ദ ബീറ്റാ സെൽസ്. സോ ദിസ് ബീറ്റാ സെൽസ് ആർ പ്രസന്റ് ഇൻ ദ islets of Langerhans. ഓക്കെ, ദെൻ ഈ ആൽഫ സെൽസിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ഗ്ലൂക്കോഗോൺ. അപ്പൊ എന്താണ്? സോ ദ പാങ്ക്രിയാസ് ഹാവ് ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് നോൺ ആസ് ദ islets of Langerhans. So this islets of Langerhans have mainly two type of glands in the alpha cells and beta cells. So this beta cells is mainly concerned with the production of insulin, and the alpha cells is mainly concerned with the production of glucagon. ഓക്കെ, ഇനി നമുക്ക് ഈ ഇൻസുലിന്റെയും ഗ്ലൂക്കോഗോണിന്റെ ഒക്കെ ഫങ്ഷൻ എന്താ നോക്കാം. ഓക്കെ, അപ്പോ ഇൻസുലിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാല് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോണും റിലീസ് ചെയ്യുന്ന എവിടുന്നാണ്? ഫ്രം ദ islets of Langerhans of the pancreas. ഈ പാങ്ക്രിയാസിന്റെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് islets of Langerhans. അതിൽ ആൽഫ സെൽസും ഉണ്ട്, ബീറ്റാ സെൽസും ഉണ്ട്. ദ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ ആൻഡ് ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ദ ഗ്ലൂക്കോഗോൺ. ഇൻസുലിന്റെ മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ കുറക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ മേജർ ഫങ്ഷൻ. അപ്പൊ എങ്ങനെയൊക്കെയാണ് കുറക്കുന്നതെന്നാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇൻസുലിൻ ഇസ് ദ ഹോർമോൺ വിച്ച് വിൽ റെഡ്യൂസസ് ദ blood glucose, and the glucagon is the hormone which is secreted by the alpha cells of pancreas, which will mainly concern to increase the blood glucose level. അപ്പോൾ blood glucose level ഡിക്രീസ് ചെയ്യുന്നുള്ളതാണ് ഇൻസുലിന്റെ മേജർ ഫങ്ഷൻ. അതേസമയം ഗ്ലൂക്കോഗോണിന്റെ മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. സോ അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതൊക്കെയാണ്. സോ ദ ഇൻസുലിൻ ഇസ് ദ, ഒന്നും കൂടെ പറയാം, ഇൻസുലിൻ ഇസ് ദ ഹോർമോൺ വിച്ച് ഈസ് സെക്രീറ്റഡ് ബൈ ദ beta cells of pancreas, which is mainly concerned to decrease the blood glucose level. At the same time, glucagon is the hormone which is secreted by the alpha cells of islets of Langerhans of pancreas, which is mainly concerned to increase. എന്തിനാണ്? കൂട്ടാനാണ്. എന്തിന്? എന്ത് കൂട്ടാൻ? ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പം ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് കൂട്ടുക എന്നുള്ളതാണ് ഗ്ലൂക്കോഗോണിന്റെ മേജർ ഫങ്ഷൻ എങ്കിൽ, അതേസമയം ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ മേജർ ഫങ്ഷൻ. ഇനി എങ്ങനെയൊക്കെയാണ് ഇൻസുലിന് ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറക്കുന്നത്? ഇറ്റ് വിൽ ഇൻക്രീസസ് ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാല് സെൽസ് ഗ്ലൂക്കോസ് എടുക്കാനാണ്. സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇസ് ദ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ബൈ സെൽസ്. സെൽസ് എന്ത് ചെയ്യുക? ബ്ലഡിൽ നിന്ന് കൂടുതൽ സെൽസ് എന്ത് ചെയ്യാം? ഗ്ലൂക്കോസ് സെൽസിലേക്ക് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെൽസിലുള്ള ഗ്ലൂക്കോസ് കൂടും, അതേസമയം ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കുറയും. സോ ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറക്കുക എന്നുള്ളതാണല്ലോ ഇൻസുലിന്റെ ഫങ്ഷൻ. സോ therefore the insulin will increases the cellular uptake of glucose molecules. ഈ സെൽസിലേക്ക് ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ അപ്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. thereby it will decreases the blood glucose level, and it will convert ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ്. അതുപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസ് കുറക്കുക. സോ ഗ്ലൂക്കോസിനെ
ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിന്? ടു ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ദ ബ്ലഡ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി എവിടെ വെച്ചിട്ട് ഇൻ ദ ലിവർ ആൻഡ് മസിൽ. സോ മസിലും ലിവറിലൊക്കെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ എന്താണ്? സോ ഫോർ ദ ഇൻസുലിൻ വിൽ ഇൻക്രീസസ് ദ ഇൻസുലിൻ വിൽ ഇൻക്രീസസ് അല്ല, ഇറ്റ് വിൽ decreases the blood glucose level by two methods. It will increase the cellular uptake of glucose molecules and also by converting the glucose into glycogen, and then it would be stored in the liver and muscles. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻസുലിന് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഗ്ലൂക്കോണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് വിൽ കൺവേർട്ട് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ഇൻ ടു ഗ്ലൂക്കോസ്. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. പിന്നെ ന്യൂ ഗ്ലൂക്കോസിനെ അമിനോ ആസിഡ്സിന് സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ദ ഗ്ലൂക്കോഗോൺ. സോ therefore the two hormones which will help for the maintenance of glucose in the blood are ഏതൊക്കെയാണ്? ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ഇൻസുലിൻ is the hormone which will decreases the blood glucose level by increasing the cellular uptake of glucose molecules and also by converting the glucose into glycogen then stored in the liver and muscles. At the same time, glucagon is the hormone which will increases the blood glucose level by converting the glycogen stored in the liver into glucose. അതായത് ഓൾറെഡി ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ബൈ സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അതുപോലെ തന്നെ ഈ അമിനോ ആസിഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനെ സിന്തസൈസും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? നോർമൽ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ നോർമൽ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഈസ് 70 to 110 mg/100 ml. സോ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 70 to 110 mg/100 ml. 100 ml 70 to 110 milligram പറ്റുള്ളൂ. The level of glucose in the blood is maintained by the combined action of insulin and glucagon. So for the normal blood glucose level എന്ന് പറഞ്ഞത് 70 to 110 mg/100 ml ആണ്. And this normal level in the blood is maintained by the combined action of insulin and glucagon. So insulin and glucagon combined action കൊണ്ട് മാത്രം നമുക്ക് ഒരു നോർമൽ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ്. സോ ദ നോർമൽ level of blood glucose level is 70 to 110 mg/100 ml, and it can be maintained only by the action of it can be only maintained by the combined action of insulin and glucagon. Then next നമുക്ക് പറയാനുള്ളത്, ഓക്കെ, ഇവിടെ നമുക്കൊരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോ ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് എത്രയാണ്? 70 to 110 mg/100 ml. അപ്പൊ അത് ഹൈ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? സോ നമ്മള് ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ലെറ്റ് മീ സ്റ്റാർട്ട് എ പെൻസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ എന്താണ്? ഇറ്റ് ഈസ് 70 to 110 mg/100 ml. 100 ml ആണ്. അപ്പൊ അത് ഹൈ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അല്ല, ഹൈ ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ ഡിക്രീസസ് അല്ലെ? ഇറ്റ് വിൽ ഡിക്രീസസ്.
പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ വിൽ ഇൻക്രീസസ്. ഇറ്റ് വിൽ ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കുറക്കും. എങ്ങനെ? ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസ് കുറക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലൂക്കോണിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? അത് കുറയും. കാരണം ഗ്ലൂക്കോൺ ആണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂട്ടുന്നത്. സോ വെൻ ദ blood glucose level become high, the production of glucagon will decreases and the production of insulin will be increases. പിന്നെ എന്താണ്? അത് ലോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ലോ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഗ്ലൂക്കോൺ എന്ന് പറഞ്ഞാല് ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യണത്. ഇൻസുലിൻ എന്ന് പറഞ്ഞാല് അത് കുറക്കാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ബ്ലഡിൽ കുറക്കുന്നതാണ് എന്ത്? ഇൻസുലിന്. സോ അതിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ നൗ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കാണ്. ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് സ്ലൈഡ് ആണിത്. ഡയബറ്റീസിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് വെൻ ഇൻസുലിൻ ഫെയിൽസ് ആണ് പറയുന്നത്. ഹൗ ഡസ് ദ ഡെഫിഷ്യൻസി ഓഫ് ദ ഇൻസുലിൻ ഓർ ദ ഇന്നബിലിറ്റി ഓഫ് ദ സെൽസ് ടു യൂസ് ദ ഇൻസുലിൻ എഫക്ട് ദ ബോഡി? അതായത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസുലിൻ ഫോം ചെയ്തു പക്ഷെ സെൽസിന് അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ബോഡിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാന്ന് വെച്ചിട്ടുള്ളത്. അത് എഫക്ട് ചെയ്യുന്ന അത് എന്ത് ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിനെ എഫക്ട് ചെയ്യും. അങ്ങനെയുള്ള ആ കണ്ടീഷൻ നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡയബറ്റീസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഓർ due to the destruction of beta cells or the inability of the cells to utilize the insulin produced will rises the level of glucose in blood. Excess glucose in the blood is expelled through urine. Normally, there is no glucose in urine. So, it is known as the diabetes. ആ കണ്ടീഷൻ നമ്മൾ എന്ത് പറയുന്നത്? ഡയബറ്റീസ് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലിനിക്കലി referred as a condition when the level of glucose before breakfast is above 126 milligram per 100 ml of blood. Increased appetite and thirst and frequent urination are the മേജർ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നോക്കണം. അതായത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുക. എങ്ങനെ? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ദ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസിലെ ബീറ്റാ സെൽസ് ആണ്. ആ ബീറ്റാ സെൽസിന് ഡിസ്ട്രക്ഷൻ, അത് നശിച്ചു പോണെങ്കിൽ എന്ത് ചെയ്യും? ഇൻസുലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ ഒന്നെങ്കിൽ ആ റീസൺ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻസുലിൻ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തു പക്ഷെ സ്പെസിഫിക് സെൽസിന് ആ ഇൻസുലിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടാം. ദ ഇന്നബിലിറ്റി ഓഫ് സ്പെസിഫിക് സെൽസ് ടു യൂട്ടിലൈസ് ഇൻസുലിൻ ആൻഡ് ഓൾസോ ദ ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ വിൽ ഇൻക്രീസസ് ഇതൊക്കെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇതൊക്കെ നമ്മളെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ increase ചെയ്യുന്നുണ്ട്. So then it will leads to the condition known as the diabetes. അപ്പോൾ എന്താണ്? So the decreased production of insulin by the destruction of beta cells of islets of Langerhans and also by the inability of certain cells to utilize the produced insulin will leads to specific condition called the diabetes. ആ കണ്ടീഷൻ നമ്മൾ എന്താ പറയുന്നത്? ഡയബറ്റീസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ക്ലിനിക്കലി റെഫർ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എബോവ് 126 milligram per 100 ml of blood. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുന്നേ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ 126 milligram per 100 ml എബോവ് വന്നാല് അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ എന്ത് പറയുന്നത്? ഡയബറ്റീസ് പറയുന്നത്. സോ നോർമൽ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എത്രയാണ്? 70 to 110 വരെ വരാൻ പാടുള്ളൂ. പക്ഷെ 126 എബോവ് ആയി കഴിഞ്ഞാൽ ഇൻ ദ ടെസ്റ്റ് വിച്ച് വുഡ് ബി ഡു
ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമുക്ക് 126 മുകളിൽ കിട്ടിയാൽ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ദ ഡയബറ്റീസ്. അപ്പൊ ഇതിന്റെ മേജർ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ മേജർ സിംറ്റംസ് പറഞ്ഞാല് ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ്. അത് നമുക്ക് എന്ത് ചെയ്യും, വിശപ്പ് ദാഹമൊക്കെ കൂടും. ദെൻ ഫ്രീക്വന്റ് യൂറിനേഷൻ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷൻ സംഭവിക്കാം. ഓക്കെ, യൂറിൻ പാസ് ചെയ്യാം. ഇതൊക്കെയാണ്. സോ ദീസ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് ദ ഡയബറ്റീസ്. സോ ദ മേജർ റീസൺസ് ഓഫ് ദ diabetes are increased appetite and thirst. Then frequent urination are the major symptoms of the diabetes. Okay, അപ്പോൾ it is a condition in which the blood glucose level is above 126 milligram per 100 ml before the breakfast. Okay, so it is happened due to the decreased production of insulin due to the destruction of beta cells in the islets of Langerhans, or also by the inability of cells or specific cells to accept the insulin. അതായത് ആ ഇൻസുലിൻ നമുക്ക് ആ ഇൻസുലിന് സെൽസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി പോവാം. It is the inability of specific cells to receive the insulin which is produced by the beta cells. So these two reasons will lead to the condition known as the diabetes. So indicators എന്താ പറയുന്നത്, the reason for the increase in the level of glucose in the blood. First reason പറഞ്ഞാൽ എന്താണ്, it is by the decreased production of insulin by the destruction of beta cells of the islets of Langerhans, or the inability of specific cells to receive the insulin which is already produced. Then symptoms എന്തൊക്കെയാണ്? Symptoms എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ increased appetite, increased thirst, then frequent urination. Then ഇതിന്റെ മേജർ ഡയഗ്നോസിസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The blood test that precisely determine the level of glucose in blood for 3 months plays a crucial role in the diagnosis of diabetes. അതായത് നമ്മൾ എന്ത് ചെയ്യണം, 3 മാസം അടുപ്പിച്ച് എന്ത് ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രിസൈസ്ലി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. ഇതാണ് നമ്മൾ കൺഫേം ചെയ്യുന്നതിന്റെ മുന്നേ ഫ്രീക്വന്റ് ആയിട്ട് 3 months നമ്മൾ എന്ത് ചെയ്യാം, blood check ചെയ്യുക. So if all the 3 reports is above 126 milligram per 100 ml before the breakfast, then it would be the diabetes. Okay. പിന്നെ ഇവിടെ വേറൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. നമ്മള് മേജറായിട്ട് നമ്മള് ലാബില് 2 വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസിന്റെ അളവ് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ take 2 ml of the sample in the test tube. നമ്മൾ എന്ത് ചെയ്യും, യൂറിൻ 2 ml എടുക്കാം. എന്നിട്ട് 2 ml ബെനഡിക്ട് സൊല്യൂഷൻ, അതൊരു ബ്ലൂ കളറിലായിരിക്കും, അതൊഴിക്കാം. എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് അത് ഹീറ്റ് ചെയ്യാം. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, അവിടെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്നാണ്. ഇഫ് ഇറ്റ് ഈസ് എ സ്ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ട് എന്നാണ്. ഒരു പ്ലസ് അളവില് ഗ്ലൂക്കോസ് ഉണ്ടെന്ന്, ഒരു മൈൽഡ് അളവിലുണ്ടെന്നാണ്. ഇനി ഇഫ് ഇറ്റ് ഈസ് യെല്ലോ ഇറ്റ് വിൽ ബി +1 അളവില് ഗ്ലൂക്കോസ് പ്രസന്റ് ആണെന്നാണ്. ഇനി ഇഫ് ഇറ്റ് ഈസ് ബ്രൗൺ ആണെങ്കിൽ, ഐ മീൻ ബ്രൗൺ അല്ല ഓറഞ്ച് ആണെങ്കിൽ +2 അളവില് ഗ്ലൂക്കോസ് പ്രസന്റ് ആ പെർട്ടിക്കുലർ പേഴ്സണിൽ ഉണ്ട് എന്നാണ്. ഇഫ് ഇറ്റ് ഈസ് ഒരു ബ്രിക്ക് റെഡ് കളർ ആയിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ആഫ്റ്റർ ഹീറ്റിംഗ് ഫോർ 2 മിനിറ്റ് ഒരു സിവിയർ കണ്ടീഷൻ, നല്ല ഗ്ലൂക്കോസ് അയാളുടെ ബ്ലഡിലും യൂറിനിലും ഒക്കെ ഉണ്ട് എന്നാണ് ഇറ്റ് ഷോസ് ദാറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. സോ ടുഡേ വി ഹാവ് ബീൻ സ്റ്റഡീഡ് അബൌട്ട് ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് കോൾഡ് ദ പാൻക്രിയാസ്. സോ പാൻക്രിയാസ് ആണ് നമ്മൾ നോക്കിയത്. അത് നമ്മൾ എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താന്ന് കണ്ടു, എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നമ്മൾ കണ്ടു. എൻഡോക്രൈൻ സിസ്റ്റം ഇസ് ദ സിസ്റ്റം വിച്ച് വിൽ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദ
activities in the body. This system include the endocrine glands. ഈ glands എന്തെല്ലാം ഡെക്സ് ആബ്സെന്റ് ആണ്. ആൻഡ് ഈ ഗ്ലാൻസിന്റെ സെക്രേഷൻസ് നമ്മൾ എന്ത് പറയുന്നത് ഹോർമോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇവൻ ദോ ഈ ഹോർമോൺ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും ഇത് സ്പെസിഫിക് സെൽസിൽ എന്ത് ചെയ്യുന്നുള്ളൂ ആക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ഹോർമോൺ ടാർജറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് അബൌട്ട് ദ പാൻക്രിയാസ്. അപ്പോൾ പാൻക്രിയാസിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലംഗാൻസ്. അതിലെന്തുണ്ട് അതിൽ ബീറ്റാ സെൽസും ആൽഫ സെൽസും ഉണ്ട്. സോ ഈ ബീറ്റാ സെൽസ് എന്താണ് ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് ദ ഇൻസുലിൻ. ഓക്കെ, അതേസമയം ആൽഫ സെൽസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് ദ ഗ്ലൂക്കോഗോൺ. ഇൻസുലിൻ എന്ന് പറഞ്ഞാല് എന്താണ് ഇറ്റ് വിൽ decreases the blood glucose level by increasing the cellular uptake of glucose molecules and by converting the glucose into glycogen and then stored in the liver and the muscle. And the glucagon will increases the blood glucose level by converting the glycogen which is stored in the liver into glucose and synthesize glucose from amino acids. Amino acids എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോസിനെ സിന്തസൈസും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് ഇൻസുലിന്റെ ആക്ഷൻ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്താൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷൻ നമ്മൾ എന്താ പറയുന്നത് ഡയബറ്റീസ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലിനിക്കലി ഡയബറ്റീസ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഈസ് അബവ് 126 milligram per 100 ml ബിഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ ഡയബറ്റീസ് പറയുന്നത്. അതിന്റെ സിംറ്റംസ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ് ആൻഡ് ഫ്രീക്വന്റ് യൂറിനേഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. നാളെ നമുക്ക് നോക്കാനുള്ളത് വേറെ ഐ തിങ്ക് ഇറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. എല്ലാവരും ഇത് ഇതായിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ദെൻ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്താണ്, ദെൻ പാൻക്രിയാസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടു ഹോർമോൺസ് ഇൻസുലിനും ഗ്ലൂക്കഗോണും, ദെൻ അത് രണ്ടും ഇങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഇൻസുലിന്റെ കുറവുണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ദാറ്റ് ഈസ് ദ ഡയബറ്റീസ്. അതിന് എങ്ങനെയാണ് നമ്മളത് എങ്ങനെയൊക്കെയാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത്, അതിന്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ 3 മാസം ഫ്രീക്വന്റ് ആയിട്ട് അത് നോക്കുക. അവിടെ നമുക്ക് യൂറിൻ വേണം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടും ഗ്ലൂക്കോസ് അളവ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ പിന്നെ അതിന്റെ സിംറ്റംസ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. അപ്പൊ നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.